നമ്മളിവിടെ വലിയ പെരുന്നാളിന്റെ സന്തോഷത്തിൽ പങ്കാളികളാകുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല സഹോദരങ്ങളെ. കശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളായ മനുഷ്യർ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി. പൈശാചികം, മനുഷ്യത്വരഹിതം എന്ന് ഇത്തരം സംഭവങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഭീകരാക്രമണത്തെ അതിശക്തമായിട്ട് ഈ പെരുന്നാൾ മൈതാനിയിൽ വെച്ച് നാം വീണ്ടും അപലപിക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈശാചികമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അന്യായമായിട്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യനെ പോലും അന്യായമായി വധിക്കാൻ പാടില്ല. അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ ക്രൂരതയാണ്, അക്രമമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും മരണക്കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ നിലപാടെന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ എന്നത്തെയും നിലപാടെന്ന് പറയുന്നത്. ഒരു മതവും ഒരു ആത്മീയ ചിന്തയും ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നില്ല. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണങ്ങളെ, അതുപോലെയുള്ള ഭീകരാക്രമണങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും എല്ലാവർക്കും ആവശ്യമാണ്. സഹോദരങ്ങളെ, നാം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്നോ ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി, ലോകത്തിന് ബോധ്യമാവുകയുണ്ടായി.